നൽകി കേരളം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സൂര്യാഘാതം. 10 പേർക്ക് ഇന്ന് സൂര്യാഘാതമേറ്റു. തിരുവനന്തപുരം പാറശാലയിൽ ഒരാൾ സൂര്യാഘാതമേറ്റു മരിച്ചു. കാസർഗോഡ് 3 വയസ്സുകാരിക്ക് പൊള്ളലേറ്റു. സംസ്ഥാനത്ത് 5 ദിവസത്തിനിടെ 54 പേർക്ക് സൂര്യാഘാതമേറ്റതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VR കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, വലിയൊരു കണക്ക് തന്നെയാണ്. 5 ദിവസത്തിനുള്ളിൽ 54 പേർക്ക് സൂര്യാഘാതമേറ്റിരിക്കുന്നു. ഏതൊക്കെ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവർ? എന്തൊക്കെയാണ് വിവരങ്ങൾ? 10 ജില്ലകളിൽ സൂര്യാഘാതം ഉണ്ടാകും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ന് 2 മരണങ്ങളാണ് സംഭവിച്ചത്. തിരുവനന്തപുരം കാരോട് സ്വദേശി കരുണാകരനും കണ്ണൂർ വെള്ളോറ സ്വദേശി നാരായണനും. ഇതിൽ തിരുവനന്തപുരം പാറശാലയ്ക്കടുത്ത് കാരോട് പെരിക്കവിള ആവണി വീട്ടിൽ കരുണാകരനെ ഇന്ന് രാവിലെയാണ് വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളുണ്ട്. ഐറ ഏലയിൽ രാവിലെ പച്ചക്കറി കൃഷിക്ക് ഇറങ്ങിയതായിരുന്നു കരുണാകരൻ. ഇദ്ദേഹം നെയ്യാറ്റിങ്കര മുനിസിപ്പൽ കോടതിയിലെ ജീവനക്കാരനാണ്. 10:30 കൂടിയാണ് ഇദ്ദേഹത്തെ വയലിൽ കിടക്കുന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടത്. തുടർന്ന് പാറശാല ആശുപത്രിയിലും ഇപ്പോൾ മെഡിക്കൽ കോളേജിലും പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ്. കണ്ണൂർ വെള്ളോറ സ്വദേശി നാരായണനും ഇന്ന് സൂര്യാഘാതമേറ്റ് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. സൂര്യാഘാതമാണ് മരണകാരണം എന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഉണ്ടാകുള്ളൂ. പക്ഷേ ഇരുവരുടെയും ശരീരത്തിൽ കനത്ത പൊള്ളലേറ്റ പാടുകളുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ മറ്റ് വിവിധ ജില്ലകളിൽ നിന്നും ഇന്ന് സൂര്യതാപമേറ്റ് പൊള്ളലേറ്റതായി നിരവധി പേർ ചികിത്സ തേടിയിട്ടുണ്ട്. അതിൽ കൊല്ലം ജില്ലയിലും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലുമാണ് കൂടുതൽ പേർ ഇന്ന് ചികിത്സ തേടിയത്. കൊല്ലം പുനലൂരിൽ RSPയുടെ ഒരു മണ്ഡലം സെക്രട്ടറിക്ക് പൊള്ളലേറ്റു. ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു. രാവിലെ 11 മണിയോടുകൂടിയാണ് പുനലൂർ മണ്ഡലം സെക്രട്ടറി നാസർ ഖാന് പൊള്ളലേറ്റത്. കാസർഗോഡ് കുമ്പളയിൽ 3 വയസ്സുകാരിക്കും പൊള്ളലേറ്റിട്ടുണ്ട്. സംസ്ഥാനത്ത് 20-ാം തീയതി മുതൽ 24 വരെ ഇന്ന് വരെ ഏതാണ്ട് 54 പേർക്കാണ് സൂര്യതാപം ഏറ്റത്. സൂര്യതാപത്തിൽ പൊള്ളലേറ്റ് ബുധനാഴ്ച 15 പേരും വെള്ളി ശനി ദിവസങ്ങളിൽ 20 പേരുമാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയത്. ഇന്നലെ അങ്കമാലി സ്വദേശി അനില സുഭാഷ് സൂര്യാഘാതം ഏറ്റ് മരിച്ചിരുന്നു. ഇന്ന് പുനലൂരിൽ 38 ഡിഗ്രിയാണ് താപനില. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസിലെത്തി. ചൊവ്വാഴ്ച വരെ ഈ സാഹചര്യം തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 25, 26 തീയതികളിൽ താപനില 4 ഡിഗ്രി വരെ ഉയരാൻ ഇടയുണ്ട് എന്നും കാലാവസ്ഥാ ഞാൻ കാർത്തികിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ദുരന്ത നിവാരണ വിദഗ്ധയായ ഡോക്ടർ KG താര നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ KG താര, ഇതിപ്പോൾ മാർച്ച് മാസമായിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ വലിയൊരു കണക്കാണ് സൂര്യാഘാതവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. പൊതുജനങ്ങൾ എത്രത്തോളം ജാഗ്രത പാലിക്കണമെന്നാണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? ഇല്ല, നമ്മള് വേണ്ടത്ര ഗൗരവത്തിൽ ഇപ്പോഴും നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ മരണനിരക്ക് കൂടുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ആളുകള് ഈ പ്രചരണത്തിന് പോകുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് സൂര്യാഘാതത്തിനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയെങ്കിലും പരിസ്ഥിതി ഈ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് വരും എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ കടുത്ത വരൾച്ചയും ഈ കടുത്ത ചൂടും വാസ്തവത്തില് നമ്മൾ അനുഭവിക്കുമ്പോഴും ഈ കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്നു. ഇത് ഒരു വലിയ പ്രശ്നമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഇപ്പോഴും വന്നിട്ടില്ല. നമ്മൾ ഇപ്പോഴും മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്തു പോവുകയാണ്. അപ്പോൾ ഏത് തെരഞ്ഞെടുപ്പ് വിഷയത്തിലും ഇതൊരു മുഖ്യ അജണ്ടയായിട്ട് തന്നെ പരിസ്ഥിതി വിഷയങ്ങൾ കൊണ്ടുവരാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നാട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുന്നറിയിപ്പ് വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുത്ത് അതിന് വേണ്ട മുൻകരുതലുകൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഓരോ മണിക്കൂറും ഇടവിട്ട് നമുക്ക് വേർത്താലും വേർത്തില്ലെങ്കിലും നമ്മൾ ദാഹം തോന്നിയാലും തോന്നിയില്ലെങ്കിലും വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ പല റിപ്പോർട്ടുകളായി കാണുന്നു, ഉള്ള ജലാശയങ്ങളെല്ലാം മലിനീകരിക്കപ്പെടുകയാണ്. അപ്പൊ ആ ഉള്ള ജലാശയങ്ങളിൽ മലിനീകരിക്കുന്ന പ്രവൃത്തി ആരെങ്കിലും ചെയ്യുന്നതായിട്ട് കണ്ടാൽ ഉടനെ നമ്മൾ നാട്ടുകാർ തന്നെ അതിനകത്ത് ഇടപെട്ട് അത് അത് തടയാനുള്ള ഒരു ആ രീതിയിലേക്ക് നമ്മൾ മാറണം. ഒരു കാരണം ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വെക്കേഷൻ തുടങ്ങിയിരിക്കുന്നു, കുട്ടികളുടെ സ്കൂൾ അവധി, മധ്യവേനൽ അവധി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവര് ഈ കളിക്കാനും ഒക്കെ പോകുമ്പോഴുള്ള മുൻകരുതലുകൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ
ഈ യൂണിഫോം നിർബന്ധമാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ എല്ലാവരും കൂടി തന്നെ പറഞ്ഞ് അത് തൽക്കാലത്തേക്കെങ്കിലും അതിനകത്തുനിന്ന് ഒരു വിടുതൽ നിർബന്ധമല്ലാതാക്കുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലെങ്കിൽ വലിയൊരു മരണസംഖ്യ നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഡോക്ടർ KG താരയാണ്, ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ താര, മറ്റൊരു കാര്യവും കൂടി, അതായത് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി 3 മണി വരെയുള്ള സമയം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പീരീഡ് കൂടിയാണ്. ഈ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? പ്രത്യേകിച്ചും ഈ സൺസ്ക്രീൻ പോലെയുള്ള ലോഷനുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഈ ഒരു കാലാവസ്ഥ സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുമോ? അത് അല്ലെങ്കിൽ കഴിവതും ആ സമയത്ത് പുറത്തിറങ്ങാതിരിക്കുന്നത് തന്നെയാണോ ഏറ്റവും അഭികാമ്യം? അല്ല, ഇത് ഈ സൺസ്ക്രീൻ ലോഷനോട് ഒന്നും അങ്ങനെ അത്തരം കാര്യങ്ങളിൽ എനിക്ക് വലിയ താല്പര്യം തോന്നാത്ത ഒരാളാണ്. പിന്നെ ചെയ്യേണ്ടത്, അല്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് നമ്മൾ പറയുമ്പോഴും ഈ പുറത്തിറങ്ങാൻ വിധിക്കപ്പെട്ട ചില ആളുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ട്രാഫിക് പോലീസിന് വെളിയിൽ നിൽക്കാതിരിക്കാൻ പറ്റുമോ? പോലീസ് ഡ്യൂട്ടിയിലുള്ള ആളുകൾക്ക് വെളിയിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ഈ ഉഷ്ണ സമയത്ത് ഹോസ്പിറ്റലുകളിൽ ഈ കട്ടിയുള്ള യൂണിഫോം ഇട്ട് നിൽക്കുന്ന നഴ്സുമാര്, പിന്നെ ഈ വിദ്യാർത്ഥികള്, ഈ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഇപ്പോഴും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ യൂണിഫോം നിർബന്ധമാണ്. കോട്ടും സൂട്ടും എല്ലാം ഇട്ടിട്ടാണ് അവര് പോണ്ടി വരുന്നത്. MBAയിലേക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ. അപ്പൊ ഇവരൊക്കെ ഈ കടുത്ത ആഘാതത്തിന് സാധ്യതയുള്ള ആളുകളാണ്. അവിടെയൊന്നും AC ഇതൊന്നും ഉള്ളതല്ല. സർക്കാർ ആശുപത്രിയിലൊക്കെ ഇഷ്ടംപോലെ നഴ്സുമാര് ഈ യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്നുണ്ട്. അത് കട്ടിയുള്ള വസ്ത്രമാണത്. അതുപോലെ വക്കീലന്മാര്, അവര് വെക്കേഷനിപ്പോ തുടങ്ങുന്നത് വരെ അവര് കോടതിയിൽ നിൽക്കേണ്ട ആളുകളാണ്. ഇതെല്ലാം ഈ ഒരു വേറെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള യൂണിഫോമും ഈ വസ്ത്രധാരണ രീതിയും ഒക്കെ നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ പകർത്തി വെച്ചിരിക്കുകയാണ്. ഇത് മാറേണ്ട സമയമായി. കാരണം കടുത്ത വേനൽ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു രാജ്യമാണ്. അത് യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ അല്ല. അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റാനുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അല്ലെങ്കിൽ അതാത് സ്ഥാപനങ്ങളിൽ ഒരു തീരുമാനം എടുക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത്. പിന്നെ 2, ഈ വെള്ളം കുടിക്കുക എന്നുള്ളതിന് പുറമെ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ഒരു സാധ്യത മനസ്സിൽ തോന്നി, അതായത് തലകറക്കമോ അല്ലെങ്കിൽ ഒരു ഒരു പൊള്ളലേൽക്കുന്ന രീതിയിൽ നമുക്ക് സൂര്യാഘാതം വരുന്നു എന്നുള്ള സംശയമോ എന്തെങ്കിലും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ ആളെ നമ്മൾ തണലത്തേക്ക് മാറ്റി കിടത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ തണുത്ത ഈ വെള്ളത്തില്, സാധാരണ വെള്ളത്തില് ടവല് നനച്ച് ഇവരുടെ ശരീരത്തിലെ ഊഷ്മാവ് ഒന്ന് കുറയ്ക്കാനായിട്ട് നോക്കുക. ഈ ഒപ്പി ആ ഊഷ്മാവ് ഒന്ന് കുറയ്ക്കാൻ നോക്കുക. അതുപോലെ തലയുടെ നിരപ്പിൽ നിന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗത്തിനേക്കാളും കാലുകൾ ഉയർത്തി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത്തരം ഇങ്ങനെ സൂര്യാഘാതം സംശയിക്കുന്ന ആളുകൾക്ക്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ വീട്ടില് ഉള്ള അംഗങ്ങൾക്ക് അല്ലെങ്കിൽ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ പല ജീവനും നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ടത്, ഏറ്റവും ചൂട് കൂടി വരുന്ന ഈ ജില്ലകളുണ്ട്, പാലക്കാട്, വയനാട്, അത്തരം ജില്ലകളിൽ പഞ്ചായത്തുകൾ കേന്ദ്രമാക്കിയിട്ട് ചെറിയ ചെറിയ ഓല ഷെഡുകൾ നമുക്ക് കെട്ടി റോഡിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഈ ബാരിക്കേഡുകൾ നിർമ്മിക്കുമല്ലോ, ഈ VIP വരുമ്പോൾ നമ്മൾ മുള കൊണ്ട് ബാരിക്കേഡ് നിർമ്മിക്കും. അതുപോലെ തന്നെ താൽക്കാലികമായിട്ടുള്ള ഷെഡുകൾ വഴിയാത്രക്കാർക്കും ഇതുപോലെ ജോലി ചെയ്യുന്ന, റോഡിൽ പണി ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം പുറം ജോലിക്ക് നിയോഗിക്കപ്പെട്ട ആളുകൾക്ക് തൽക്കാലത്തേക്ക് കയറി ഇരിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ ഷെഡുകൾ ഓല മേഞ്ഞ് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിന് മുൻകൈ എടുക്കണം പഞ്ചായത്ത് അധികൃതര്. മാത്രമല്ല നാട്ടുകാര് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകര്, ഈ വഴിപോക്കർക്ക്, പണ്ട് നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഈ സംഭാരവും ഇതെല്ലാം കൊണ്ട് വഴിയാത്രക്കാർക്ക് കൊടുക്കുന്ന സൗജന്യമായി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഇവിടെ ഈ ആറ്റുകാൽ പോലെയുള്ള ക്ഷേത്ര പരിപാടികളുടെ കൂട്ടത്തിൽ ആളുകൾ സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് അന്നാട്ടിലെ കച്ചവടക്കാരോ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരോ വിചാരിച്ചാൽ ഈ സംസ്കാരം നമുക്ക് തുടരാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സൗകര്യം കൂടി ഈ പുറം ജോലിക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം, സർക്കാരായിട്ടും പിന്നെ നാട്ടുകാരായിട്ടും. വളരെ നന്ദി ഡോക്ടർ KG താര. വിവരങ്ങൾക്ക് വളരെ വിലപിടിച്ച നിർദ്ദേശങ്ങൾ തന്നെയാണ് അവർ നൽകിയത്. വീണ്ടും കാർത്തികിലേക്ക് പോവുകയാണ്. കാർത്തിക്, ഈ സൂര്യാഘാതം പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയതായി എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ ഏതെല്ലാമാണ്?
കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പുതിയ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് 10 ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം താപനില ഉയരും എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് ചൂട് കൂടും. ശരാശരിയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് ഉയരും എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. മാർച്ച് 25, 26 തീയതികളിൽ, അതായത് നാളെയും മറ്റന്നാളും 5 ജില്ലകളിൽ കൂടി ഇത്തരം സാഹചര്യം ഉണ്ടാവും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഉയർന്ന താപനില സംബന്ധിച്ച് മുന്നറിയിപ്പുള്ളത്. ഇവിടെ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. പാലക്കാട് ഏതാണ്ട് 30 ഡിഗ്രി സെൽഷ്യസിന് കവിഞ്ഞിരുന്നു നേരത്തെ ചൂട്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. ഇത് അവഗണനയോടെ തള്ളരുത് എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വീണ്ടും ഒരു ജാഗ്രതാ നിർദ്ദേശമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് പാലപ്പാറയിൽ വേസ്റ്റ് ഗോഡൌണിന് തീപിടിച്ചു. ഉച്ചയ്ക്ക് 1:45ഓടെയാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. നാളെ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത്. എന്നാൽ വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ സമ്മതിച്ചു എന്നത് വസ്തുതാപരമായി ശരിയല്ലെന്ന് കോൺഗ്രസ് നേതാവ് PC ചാക്കോ തിരുത്തി. രാഹുൽ എത്തുമെന്ന് പൂർണ്ണ പ്രതീക്ഷയുണ്ടെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് കേരള നേതാക്കളെല്ലാം അവകാശപ്പെടുമ്പോഴും കേന്ദ്ര നേതൃത്വം ഇതുവരെ വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല. ഇതുതന്നെയാണ് അവ്യക്തതയ്ക്കും അനിശ്ചിതത്വത്തിനും കാരണം. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ചു. രാഹുൽജിയുടെ മത്സരത്തിൽ കൂടിയുള്ള സാന്നിധ്യം അത് വലിയ ഒരു മാറ്റം, അനുകൂലമായ മാറ്റം ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചത്. രാഹുലിന്റെ കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകുമെന്ന് ഒരു പടി കൂടി കടന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നാളെ ചേരുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമെന്നുള്ളത് കേരള ജനതയുടെ ഒരു പൊതു ആവശ്യമാണ്. അതേസമയം രാഹുൽ അനുകൂല തീരുമാനമെടുത്തെന്ന കേരള നേതാക്കളുടെ അവകാശവാദത്തെ AICC സെക്രട്ടറി PC ചാക്കോ പൂർണ്ണമായും തള്ളി. രാഹുൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ചാക്കോ തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെ ഓഫ് ഹാൻഡായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതേക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അദ്ദേഹം ആരോടും അങ്ങനെ ആ അഭ്യർത്ഥനയ്ക്ക് അനുകൂലമായി പ്രതികരിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. ഈ അനിശ്ചിതത്വം മൂലമാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. നാളെ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്തേക്കും. എന്നാൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ തന്നെയാണ്. ന്യൂസ് 18 ഡൽഹി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ ചൊല്ലി CPM കോൺഗ്രസ് രാഷ്ട്രീയ പോര്. വയനാട്ടിലെത്തിയാൽ രാഹുൽ ഗാന്ധിയെ ശക്തമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് CPM പറയുന്നു. എന്നാൽ അന്ധമായ കോൺഗ്രസ് വിരോധം മൂലം CPM ഹിമാലയൻ മണ്ടത്തരം ചെയ്യുകയാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. ദേശീയതലത്തിൽ BJP വിരുദ്ധ ചേരിയിൽ ഒന്നിച്ചു നിൽക്കെ കേരളത്തിലെത്തി രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് ആദ്യം ചോദ്യം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കോൺഗ്രസിന്റെ മുഖ്യശത്രു BJP അല്ല ഇടതുപക്ഷമാണെന്ന തോന്നലുളവാക്കാനേ ഈ നീക്കം ഉപകരിക്കൂ എന്നാണ് CPM നിലപാട്. രാഹുൽ ഗാന്ധി വന്നാലും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ കാഴ്ചവെക്കും. അല്ല മുഖ്യ എതിരാളി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുഖ്യ എതിരാളി എന്ന സന്ദേശമാണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നത്. അതേസമയം മോഡിക്കെതിരായ മതേതര സഖ്യത്തിന് പിന്തുണ നൽകുന്ന പിണറായി വിജയൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ എന്തിനെതിർക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. ദേശീയ തലത്തിൽ BJPക്കെതിരെയാണ് മത്സരം. BJPയെ എതിർക്കുന്നതിനേക്കാൾ ശക്തമായിട്ടാണ് രാഹുലിന്റെ വരവിനെ CPM എതിർക്കുന്നത്. കേരളത്തിലെ CPM നേതാക്കൾ മുൻകാലങ്ങളിൽ ദേശീയതലത്തിൽ കോൺഗ്രസ് ബന്ധത്തെ എതിർത്തിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു അല്ലെങ്കിൽ വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ള ഒരാവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ കരുതിയത് BJP ആയിരിക്കും ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് എന്നാണ്. എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളാണ്, CPM നേതാക്കന്മാരാണ് ഏറ്റവും വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയം പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ വരവിനെ CPM എതിർക്കുന്നത്. എന്നാൽ
രാഹുൽ ഗാന്ധി എത്തിയാൽ ഉണ്ടാകുന്ന UDF അനുകൂല തരംഗം ഭയന്നാണ് CPM നീക്കമെന്ന് കോൺഗ്രസും തിരിച്ചടിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധി മത്സരിക്കുമെങ്കിൽ വയനാട് സീറ്റ് ഏറ്റെടുക്കാൻ BJP തയ്യാറെടുക്കുന്നു. ആവശ്യമെങ്കിൽ സീറ്റ് ഏറ്റെടുക്കുമെന്ന് PS ശ്രീധരൻപിള്ള വ്യക്തമാക്കി. പ്രമുഖ നേതാവിനെ തന്നെ രാഹുലിനെതിരായി നിർത്തണമെന്ന ആവശ്യവും ശക്തമായതിനെ തുടർന്നാണ് BJPയുടെ പുതിയ നീക്കം. എന്നാൽ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി ലഭിച്ച സീറ്റ് വിട്ടുകൊടുക്കാനാകില്ലെന്നാണ് BDJSന്റെ നിലപാട്. NDAയിൽ വയനാട് ഉൾപ്പെടെ 5 സീറ്റുകൾ BDJSനാണ്. എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ വയനാട്ടിലെത്തുമ്പോൾ എതിർപക്ഷത്ത് BDJS പോരെന്ന അഭിപ്രായം BJP സംസ്ഥാന ഘടകത്തിൽ ശക്തമാണ്. സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കുന്നതിന് മുമ്പ് തന്നെ BJP ജില്ലാ നേതൃത്വം സീറ്റ് വിട്ടുകൊടുക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സീറ്റ് ഏറ്റെടുക്കേണ്ടി വരുമെന്ന സൂചന സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും നൽകി. അമേഠിയിൽ രാഹുലിന്റെ എതിർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ സ്മൃതി ഇറാനി തന്നെ വയനാട്ടിലും മത്സരിക്കണമെന്ന ആവശ്യം പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്. എന്നാൽ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി ലഭിച്ച സീറ്റ് വെച്ചുമാറേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് BDJSന്റെ നിലപാട്. സ്ഥാനാർത്ഥി ആരെന്ന് നാളെ തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിക്കും. സീറ്റ് മറ്റേതെങ്കിലും പ്രധാന കക്ഷികൾ കൈമാറുന്നതിനെക്കുറിച്ചോ ഇന്നുവരെ ചർച്ച നടന്നിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. BDJSന്റെ സ്ഥാനാർത്ഥിയെ നാളെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിക്കുന്നതാണ്. രാഹുൽ എത്തുകയാണെങ്കിൽ വയനാട് ഏറ്റെടുത്ത് പകരം മറ്റേതെങ്കിലും സീറ്റ് BDJSന് നൽകാനാകും കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. ന്യൂസ് 18 വയനാട്. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രവർത്തക സമിതി അംഗം PC ചാക്കോ സ്ഥാനാർത്ഥി നിർണയം ഗ്രൂപ്പ് വീതം വയ്പായി. ഗ്രൂപ്പ് പ്രവർത്തനം നിർഭാഗ്യകരമാണ്. കേരളത്തിലെ നേതാക്കൾക്ക് വീഴ്ചയുണ്ടായെന്ന് തുറന്നടിച്ച് PC ചാക്കോ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാത്തത് നിർഭാഗ്യകരമാണെന്നും പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ, ഗ്രൂപ്പ് താല്പര്യങ്ങൾ വളരെയേറെ സംഘർഷം സൃഷ്ടിച്ച ഒരു സീറ്റ് കൂടിയാണ് വയനാട്. അങ്ങനെയൊക്കെ അല്ലാതെ ആ സീറ്റ് ചർച്ചകൾ കുറെ കൂടെ ഭംഗിയായി കൊണ്ടുപോകാൻ നേതാക്കന്മാർ ശ്രമിക്കേണ്ടതായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണേന്ത്യയിലേക്ക്. വാരാണസിക്ക് പുറമെ ബംഗളൂരു സൗത്ത് മണ്ഡലത്തിൽ നിന്ന് മോദി ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കുമെന്നാണ് സൂചന. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ BJP കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകി. ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഏറ്റവും സംഘടനാ സ്വാധീനമുള്ള സംസ്ഥാനമാണ് കർണാടകം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെയുള്ള 28 മണ്ഡലങ്ങളിൽ 17ലും തുണച്ച് BJPയെ ഒറ്റയ്ക്ക് അധികാരത്തിലെത്തിക്കുന്നതിൽ കർണാടകയും ചെറുതല്ലാത്ത പങ്കുവഹിച്ചു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. 2014 ത്രികോണ പോരാട്ടമാണ് സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും സാക്ഷ്യം വഹിച്ചതെങ്കിൽ 2019 കോൺഗ്രസും JDSും സഖ്യമായാണ് മത്സരം. ഇരു പാർട്ടികളും ഒന്നിക്കുമ്പോൾ 22 സീറ്റ് വരെ വിജയിക്കാമെന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2014 രാജ്യത്തിപ്പോൾ മോദി തരംഗമില്ല. അധികാരം നിലനിർത്തണമെങ്കിൽ സിറ്റിംഗ് സീറ്റുകളിൽ ജയം അനിവാര്യം. ഇതുകൂടി കണക്കിലെടുത്താണ് ഉത്തർപ്രദേശിലെ വാരാണസിക്ക് പുറമെ കർണാടകത്തിലെ ബംഗളൂരു സൗത്ത് മണ്ഡലത്തിൽ നിന്നുകൂടി മത്സരിക്കാൻ നരേന്ദ്രമോദി തയ്യാറെടുക്കുന്നത്. 91 മുതൽ BJP പ്രതിനിധിയെ മാത്രം പാർലമെന്റിലേക്ക് അയച്ച സുരക്ഷിത മണ്ഡലമാണ് ബംഗളൂരു സൗത്ത്. അടുത്തിടെ അന്തരിച്ച പാർലമെന്ററി കാര്യമന്ത്രി H. അനന്ത്കുമാറാണ് 96 മുതൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിരുന്നത്. അനന്ത്കുമാറിന്റെ ഭാര്യ തേജസ്വിനിയെയാണ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നെങ്കിലും ആദ്യ പട്ടിക വന്നപ്പോൾ ബംഗളൂരു സൗത്ത് പ്രഖ്യാപിച്ചിരുന്നില്ല. മോദി കർണാടകത്തിലേക്ക് വരുന്നതോടെ സംസ്ഥാനത്താകെ BJPക്ക് അനുകൂലമായ സാഹചര്യമുണ്ടാകുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ BJP ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകി. മോദി ബംഗളൂരുവിൽ വന്നേക്കുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരു സൗത്ത് മണ്ഡലത്തിലും ധാർവാഡ് മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി BJP. 2009 ശേഷം രാഹുലിന്റെ സ്വത്തിൽ വൻ വർധനവുണ്ടായി. 50 ലക്ഷത്തിൽ നിന്ന് 9 കോടിയായി രാഹുലിന് വരുമാനം ഉയർന്നു. ഭൂമി, ആയുധ ഇടപാടുകൾ, കരാറുകൾ എന്നിവയിലെ അഴിമതിയിലൂടെയാണ് സ്വത്തുക്കൾ സമ്പാദിച്ചത്. രാഹുൽ നൽകുന്ന നാമനിർദ്ദേശ പത്രികയിലെ സത്യവാങ്മൂലം BJP സൂക്ഷ്മ പരിശോധന നടത്തുമെന്നും സാംബിത് പത്ര പറഞ്ഞു. 4 ways through which Mr. Rahul Gandhi has increased his assets. 4 तरीकों से उन्होंने एसेट्स को बढ़ाया है. पाहवा के विषय में आपने देखा था कि लैंड डीलिंग्स, डूबियस लैंड डीलिंग्स हुई थी और पाहवा नामक व्यक्ति HL पाहवा, उसके विषय में हमने प्रेस कॉन्फ्रेंस किया था. दूसरा, फार्म हाउस, इसमें राहुल गांधी और उनकी बहन श्रीमती प्रियंका वाड्रा दोनों संलिप्त हैं. उस विषय में बताया जाएगा कि किस प्रकार उनके फार्म हाउस से पूरी तरह से करप्शन चलता था.
പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പ്രചാരണം തുടങ്ങി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായി മണ്ഡലത്തിലെത്തിയ സുരേന്ദ്രനെ പ്രവർത്തകർ ആവേശപൂർവ്വം വരവേറ്റു. മണ്ഡലത്തിൽ ബി.ജെ.പി. അട്ടിമറി വിജയം നേടുമെന്ന് സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും ആവേശം ഒട്ടും ചോരാതെയാണ് പ്രവർത്തകർ കെ സുരേന്ദ്രനെ വരവേറ്റത്. നൂറുകണക്കിന് ബി.ജെ.പി. പ്രവർത്തകരും ജില്ലയിലെ നേതാക്കളും തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടുമെന്ന് കെ സുരേന്ദ്രൻ. പത്തനംതിട്ടയിൽ 100% വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ജനങ്ങളാകെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം അണിനിരക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഓരോ ബൂത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ സാധാരണ ജനങ്ങളുടെ ആവേശം തന്നെ അത് പ്രകടമാക്കുന്നതാണ്. മറ്റൊരു മുന്നണിക്കും ലഭിക്കാത്ത സ്വീകാര്യതയാണ് ബി.ജെ.പിക്ക് പത്തനംതിട്ടയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ സുരേന്ദ്രൻ തിരുവല്ല നഗരം വലം വെച്ചു. ശ്രീധരൻപിള്ള താൽപര്യം അറിയിച്ചതിനെ തുടർന്ന് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതത്വത്തിലായിരുന്നു. ബി.ജെ.പി. മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പത്തനംതിട്ട ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായപ്പോൾ ഏറെ വിജയപ്രതീക്ഷയിലാണ് മണ്ഡലത്തിലെ ബി.ജെ.പി. പ്രവർത്തകർ. തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ ലിബിൻ കെഒമ്മനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18. വി.എം. സുധീരൻ എസ്.എൻ.ഡി.പി. യോഗം നേതാവ് വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച വാർത്താസമ്മേളനത്തിൽ നിന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി സുഗതൻ ഇറങ്ങിപ്പോയി. വെള്ളാപ്പള്ളിയെ ചീത്ത പറയുന്നിടത്ത് താൻ ഇരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാണ് സുഗതൻ ഇറങ്ങിപ്പോയത്. എസ്.എൻ.ഡി.പി. യോഗം എന്നുള്ള ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അത്യുന്നത സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. മകനെ NDAയിലേക്ക് വിട്ടു, മകൻ ബി.ജെ.പിയുടെ കൂടെ, അച്ഛൻ CPMന്റെ കൂടെ. കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ദോഷകരമായ നിലപാടുകൾ വരരുത് എന്നുള്ള ആ സ്വാർത്ഥ താല്പര്യമാണ് ഇതിൻ്റെയൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ CPM BJP ബന്ധത്തിൻ്റെ കണ്ണിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹവും മകനും. SNDP യോഗം ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പത്രസമ്മേളനം നടന്നാരായാലും അവിടെ ഇരിക്കില്ല. അത്രേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് വേണ്ടായിരുന്നു. എല്ലാ കാലത്തും എസ്.എൻ.ഡി.പിയോട് അടുപ്പമുള്ള കോൺഗ്രസ് നേതാവാണ് ഡി സുഗതൻ. മുൻപും എസ്.എൻ.ഡി.പി. വിഷയത്തിൽ വി.എം. സുധീരനും സുഗതനും ഇടഞ്ഞിട്ടുണ്ട്. വി.എം. സുധീരൻ KPCC അധ്യക്ഷനായിരിക്കെ ഇത്തരമൊരു തർക്കത്തിൽ ഡി സുഗതന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. പാലക്കാട് ചെർപ്പുളശ്ശേരി പീഡനക്കേസിലെ പ്രതി പ്രകാശിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായി പോലീസ് പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകും. മൊഴിയിലെ വൈരുദ്ധ്യം മൂലം പീഡനം നടന്ന സ്ഥലത്തെക്കുറിച്ച് അവ്യക്തത തുടരുകയാണ്. ചെർപ്പുളശ്ശേരി CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡനത്തിനിരയായെന്ന യുവതിയുടെ പരാതിയിൽ അറസ്റ്റിലായ പ്രതി പ്രകാശനെ ഏപ്രിൽ 6 വരെയാണ് റിമാൻഡ് ചെയ്തത്. ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് അവധിയായതിനാൽ പട്ടാമ്പിയിലാണ് പ്രതിയെ ഹാജരാക്കിയത്. ഇയാളെ ഒറ്റപ്പാലം സബ് ജയിലിലേക്ക് മാറ്റി. പ്രകാശനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുക്കുന്നതിനുമായി പോലീസ് പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകും. യുവതിയുടെ മൊഴിയിലെ അവ്യക്തത മൂലം പീഡനം നടന്ന സ്ഥലത്തെക്കുറിച്ചുള്ള അവ്യക്തത തുടരുകയാണ്. എന്നാൽ പാർട്ടി ഓഫീസിൽ പോയിട്ടില്ലെന്ന മൊഴിയിൽ പ്രതി ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനു ശേഷം പോലീസ് വീണ്ടും മൊഴി രേഖപ്പെടുത്തും. പ്രതിയുടെ DNA പരിശോധന ഫലം കൂടി കിട്ടിയ ശേഷമാകും അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം തീരുമാനിക്കുക. ന്യൂസ് 18 പാലക്കാട്.